മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പരിചരണത്തിന് കാസർഗോഡ് വികസന പാക്കേജിൽ 376.84 ലക്ഷം രൂപ അനുവദിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സേവനങ്ങൾ തുടരുന്നതിനുള്ള പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് 376.84 ലക്ഷം രൂപ അനുവദിച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരായവർക്ക് ദേശീയ ആരോഗ്യ ദൌത്യം വഴി നൽകിയിരുന്ന കേന്ദ്ര സഹായം നിർത്തൽ ചെയ്തതോടെ ദുരിതത്തിലായവർക്ക് അടിയന്തര തുടർ സഹായം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തുക അനുവദിച്ചത്. ദുരിതബാധിതർക്കുള്ള ചികിത്സാ സഹായവും മറ്റ് പരിപാലന പ്രവർത്തനങ്ങളും കാസർഗോഡ് വികസന പാക്കേജിന് കീഴിൽ ഉൾപ്പെടുത്തും. പ്രധാനമായും ഇതിനുവേണ്ടിയാണ് ഫണ്ട് അനുവദിക്കുന്നതിനായി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ജില്ലയിലെ 11 ഗ്രാമപഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 6727 എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണ്ടെത്തിയവരിൽ പലരും സാമൂഹ്യമായും സാമ്പത്തികമായും താഴെത്തട്ടിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വരുമാന നിലവാരം കൊണ്ട് ആവശ്യമായ പിന്തുണ നൽകാൻ ഇരകളുടെ കുടുംബങ്ങൾക്ക് കഴിയാത്ത സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര സഹായം നൽകിയില്ലെങ്കിൽ ജില്ലയിലെ എൻഡോസൾഫാൻ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായ മരുന്ന്, മെഡിക്കൽ ഉപകരണ വിതരണം, മനുഷ്യവിഭവശേഷി നൽകൽ, ആംബുലൻസ് സൗകര്യം, ഡയപ്പർ വാങ്ങൽ, സമാശ്വാസ ചികിത്സ, എംപാനൽഡ് ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പദ്ധതി ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് താങ്ങും തണലുമാകും. ഇതോടൊപ്പം ജില്ലയിൽ നിലവിൽ ഭരണാനുമതി നൽകിയതും പഞ്ചായത്ത് വിഹിതം കുറവായതുമായ 19 അംഗനവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായി കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും തന്നെ അധിക വിഹിതമായി 147.22 ലക്ഷം രൂപ ജില്ലാ കളക്ടർ ഇമ്പശേഖറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കാസർഗോഡ് വികസന പാക്കേജ് ജില്ലാതല കമ്മിറ്റിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.